കോഴിക്കോട് സെൻട്രൽ മാർക്കറ്റ് പൊളിച്ച് പുതിയ കെട്ടിടം പണിയുന്നതിനെതിരെ പ്രതിഷേധവുമായി തൊഴിലാളികൾ. ഹൈടെക് എന്ന പേരിൽ പദ്ധതി നടപ്പാക്കുന്നത് ചില മുതലാളിമാരെ സഹായിക്കാനാണെന്ന് ആരോപണം. ഷോപ്പിംഗ് മാൾ ആക്കുമ്പോൾ തൊഴിൽ നഷ്ടമുണ്ടാകുമെന്നും മാർക്കറ്റ് സംരക്ഷണ സമിതി. വാർത്തയുടെ വിശദാംശങ്ങളുമായി റിയാസ് KMR ചേരുന്നു. റിയാസ്, കോഴിക്കോട് സെൻട്രൽ മാർക്കറ്റ് പൊളിച്ച് പുതിയ കെട്ടിടം പണിയുന്നതിനെതിരെയാണ് ഇപ്പോൾ പ്രതിഷേധവുമായി തൊഴിലാളികൾ രംഗത്തെത്തിയത്. കഴിഞ്ഞ ദിവസം PV അൻവർ അടക്കം അവിടെ എത്തിയിരുന്നു. തൊഴിലാളികൾക്കായി അവരുടെ തൊഴിൽ സാഹചര്യം അടക്കം അനുകൂലമാക്കണം, അത്തരത്തിൽ മറ്റൊരു സ്ഥലത്ത് ഈ കെട്ടിടം പണിയുമ്പോൾ ഇവരുടെ സുരക്ഷയിൽ ഉറപ്പുവരുത്തണം എന്നതടക്കവുമായി PV അൻവർ രംഗത്തെത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ തൊഴിലാളികളും രംഗത്തെത്തിയിരിക്കുന്നത്. ഇവർ എന്താണ് പ്രധാനമായും ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ, വിവരങ്ങൾ? കോഴിക്കോട് സെൻട്രൽ മാർക്കറ്റ് പുതുക്കി പണിതുകൊണ്ട് ഹൈടെക് മാർക്കറ്റ് ആക്കുമെന്നാണ് കോഴിക്കോട് കോർപ്പറേഷൻ പറയുന്നത്. അത് സംബന്ധിച്ച DPRും തയ്യാറായി കഴിഞ്ഞു. ഈ DPR പുറത്തു വന്നതോടുകൂടിയാണ് ഈ കോഴിക്കോട് സെൻട്രൽ മാർക്കറ്റിലെ തൊഴിലാളികൾ ഭൂരിഭാഗം പേരും അതിനെതിരെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. എന്നാൽ ട്രേഡ് യൂണിയൻ നേതാക്കളിൽ ചിലർ ഇതിന് DPRന് അനുകൂലമായി നിൽക്കുന്നു എന്നൊരു ആരോപണമാണ് കഴിഞ്ഞ ദിവസം PV അൻവർ ഉൾപ്പെടെ ഉന്നയിച്ചത്. അതായത് നിലവിൽ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ കാണുന്ന ഇവിടെയുള്ള ഈ ഒരു കെട്ടിടം, ആ കെട്ടിടം നമുക്ക് വേണം, ഇതുൾപ്പെടെയുള്ള ഈ കെട്ടിടം ഇത് കഴിഞ്ഞ 19 വർഷം മുൻപാണ് ഇവിടെ ഈ രീതിയിലേക്ക് പണിതത്. അന്ന് പറഞ്ഞത് 100 വർഷത്തേക്ക് ഈ കെട്ടിടം മാറ്റിപ്പണിയേണ്ടുന്ന സാഹചര്യം വരില്ല, അത്തരം സംവിധാനങ്ങളാണ് ഇവിടെ ഏർപ്പെടുത്തിയത് എന്ന് പറയുന്നു. ഒപ്പം തന്നെ വർഷാവർഷം ഇതിന്റെ നവീകരണവുമായി ബന്ധപ്പെട്ട് വിവിധ പദ്ധതികൾക്ക് ഫണ്ട് വകയിരുത്തുന്നു, അത് നടപ്പാക്കുന്നു, ഒക്കെ ഇവിടെ ഇന്റർലോക്ക് സംവിധാനമൊക്കെ ഏർപ്പെടുത്തുന്നു. അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു മാർക്കറ്റ് എന്തിനാണ് പൂർണ്ണമായും പൊളിച്ചു നീക്കി പുതിയ കെട്ടിടം പണിയുന്നത് എന്ന ചോദ്യമാണ് ഇവർ ഉന്നയിക്കുന്നത്. മാത്രമല്ല, ഇതൊരു ഷോപ്പിംഗ് മോൾ രീതിയിലേക്ക് വരുമ്പോൾ ഇവിടെ നിലവിൽ ആയിരക്കണക്കിന് തൊഴിലാളികളും കച്ചവടക്കാരും ഒക്കെ ആയിട്ട് 1000-ഓളം പേർ, ആയിരക്കണക്കിനല്ല 1000-ഓളം പേർ ജോലി ചെയ്യുന്നുണ്ട്. നിലവിൽ ഈ DPR പ്രകാരം 14 കടമുറികൾ മാത്രമാണ് അതിനകത്ത് കാണുന്നത്. ഒപ്പം തന്നെ മത്സ്യ മാർക്കറ്റിനുള്ള സംവിധാനം മാത്രമേ ഉള്ളൂ. എന്നാൽ ഇവിടെ മത്സ്യ മാർക്കറ്റ് മാത്രമല്ല പ്രവർത്തിക്കുന്നത്, കോഴിയിറച്ചി വിപണന മാർക്കറ്റുണ്ട്, ആടിറച്ചിയുണ്ട്, മറ്റ് സംവിധാനങ്ങളും ഒക്കെയുണ്ട്. ഇത്തരം സംവിധാനങ്ങൾക്ക് ഈ DPRൽ ഒരു ഇടം കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ഈ തൊഴിലാളികൾ ആരോപിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇവിടെ PV അൻവർ സന്ദർശനം നടത്തിയിരുന്നു. ഇന്ന് കോൺഗ്രസ് നേതാക്കളും ഇവിടെ സന്ദർശനം നടത്തുന്നു. ഒപ്പം തന്നെ ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് കോഴിക്കോട് മേയർ MP ഈന ഫിലിപ്പ് മാധ്യമങ്ങളെ കാണുന്നുമുണ്ട്. ഈ ഒരു വിഷയത്തിൽ അവരുടെ നിലപാട് എന്താണ്, കോർപ്പറേഷന്റെ നിലപാട് എന്താണ് എന്നുള്ളത് അറിയാനും കഴിയും. സ്വാഭാവികമായി പ്രതിപക്ഷം ഇതിനെ ഒരു വലിയ വിഷയമായി ഏറ്റെടുക്കുകയാണ്. ഇപ്പോൾ ഇവിടെ പലരുമുണ്ട്, തൊഴിലാളികൾ അടക്കമുള്ളവർ ഇവിടെയുണ്ട്. ഒപ്പം തന്നെ INTUC നേതാവ് രാജീവുണ്ട്. എങ്ങനെയാണ് ഈ ഒരു പുതിയ ഹൈടെക് ആക്കി മാറ്റുന്ന ഒരു സാഹചര്യം, അത് പലരുടെയും തൊഴിൽ നഷ്ടപ്പെടുത്തുമെന്നൊരു ആശങ്ക കഴിഞ്ഞ ദിവസം തൊഴിലാളികൾ പങ്കുവെക്കുന്നുണ്ട്. അതിനെ എങ്ങനെയാണ് ട്രേഡ് യൂണിയൻ നേതാവ് എന്ന രീതിയിൽ താങ്കൾ കാണും? ഞങ്ങളെ സംബന്ധിച്ച് 100% തൊഴിലാളികൾക്കും ആ ആശങ്ക പരിഹരിച്ച് തൊഴിലുണ്ടാവുന്ന ഉറപ്പുവരുത്തണം. അതാണ് ഞങ്ങളെ പ്രധാന ആവശ്യം. ഒരു തൊഴിലാളിക്കും, ആ മുഴുവൻ തൊഴിലാളികൾക്കും ഐഡന്റിറ്റി കാർഡ് കോർപ്പറേഷൻ വിതരണം ചെയ്യണം. മുമ്പ് മാർക്കറ്റ് മാറ്റിയപ്പോൾ ആ അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. നിലവിലുള്ള തൊഴിലാളിക്ക് മുഴുവൻ കോർപ്പറേഷൻ ID കാർഡ് വിതരണം ചെയ്യണം. ഫോട്ടോ ലിസ്റ്റും നമ്മൾ കൊടുക്കുന്നതാണ് തൊഴിലാളികൾ. ആ ID കാർഡുള്ള മുഴുവൻ തൊഴിലാളികൾക്കും ഇവിടെ ജോലി ഉറപ്പുവരുത്തണം. അതാണ് തൊഴിലാളികൾ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. ഇപ്പോൾ കോഴിക്കോട് DCC പ്രസിഡന്റ് K പ്രവീൺകുമാറും KPC ജനറൽ സെക്രട്ടറി ജയന്തും അടക്കമുള്ളവർ ഇവിടെ സംഭവസ്ഥലം സന്ദർശിക്കുന്നുണ്ട്. അവർ കണ്ട ശേഷം പ്രതികരിക്കാം എന്നുള്ളതാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം PV അൻവർ അടക്കമുള്ളവർ ഇത്തരത്തിൽ ഇവിടെ എത്തിയിരുന്നു. പ്രധാനമായും ഇവിടെ ആവശ്യപ്പെടുന്നത് തൊഴിലാളികളുടെ ആശങ്ക പരിഹരിക്കണം എന്നുള്ളതാണ്. എങ്ങനെ ഈ ഒരു സാഹചര്യത്തെ സംസാരിക്കുന്നത്? 100% തൊഴിലാളികൾക്കും ഈ മാർക്കറ്റ് പൊളിച്ചു മാറ്റുന്നതിനോട് താല്പര്യമില്ല. 90%. ആകെ വിരലിൽ എണ്ണാവുന്ന നേതാക്കളുണ്ടല്ലോ, ഇവിടുത്തെ ചോട്ട നേതാക്കൾ, അതായത് ഒരു 10ഓ 15ഓ അല്ലെങ്കിൽ ഏറി വന്ന ഒരു 10ഓ 12ഓ ആളുകൾക്ക് മാത്രം ഇതിനോട് താല്പര്യമുള്ളൂ. കോർപ്പറേഷൻ ഇപ്പോഴത്തെ കൗൺസിൽ, ഇപ്പോൾ മുസാഫിർ, ഇവിടുത്തെ ഇപ്പോൾ കൗൺസിലർ SK, ഇവർക്ക് 2 ആൾക്കാണ് ഏറ്റവും കൂടുതൽ താല്പര്യം സെൻട്രൽ മാർക്കറ്റ് പൊളിക്കാൻ വേണ്ടി. 1000-ന് മുകളിലേക്ക് വരുന്ന തൊഴിലാളികളെ നെഞ്ഞത്ത് ചവിട്ടിയിട്ടാണ് ഇവരിത് പൊളിക്കാൻ വേണ്ടി പോകുന്നത്. കാരണം ഇതിൽ വരുന്നതിൽ ഇപ്പോൾ 1500 തൊഴിലാളികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ വെറും 200-250 തൊഴിലാളികൾക്ക് മാത്രമാണ് പുതിയ മാർക്കറ്റിലേക്ക് ചാൻസ് ഉള്ളത്. ബാക്കിയുള്ള എല്ലാവരും പുറന്തള്ളപ്പെടാൻ ചെയ്യുന്നത്. ഇത് സ്വകാര്യവൽക്കരിക്കാനുള്ള താല്പര്യമാണ്. ഇത് സ്വകാര്യവൽക്കരിക്കാൻ പോകണം. സെൻട്രൽ മാർക്കറ്റ് പൊളിച്ചിട്ട് സെൻട്രൽ മാർക്കറ്റ് അല്ല ഇവിടെ പണിയുന്നത്, ഇവിടെ ഷോപ്പിംഗ് മാളാണ് പണിയുന്നത്. സെൻട്രൽ മാർക്കറ്റ് പൊളിക്കുന്നത് സാധാരണക്കാരനക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഷോപ്പിംഗ് മാളിൽ സാധാരണക്കാരന് പോയിട്ട് ഒരു 100 രൂപയ്ക്ക് മീൻ വാങ്ങാൻ കഴിയും പെട്ടെന്ന്.
കയ്യോ ഇപ്പോൾ ലുലു മാളിലാണെങ്കിലും ശരി, ഹൈലൈറ്റ് മാളിലാണെങ്കിലും ശരി, ഒരു 100 രൂപയ്ക്ക് ഒരു കിലോ മത്തിക്ക് ഇപ്പോൾ 100 രൂപ എന്ന് വിചാരിക്കാം. അതായത് ഇത് വികസനം വരുമ്പോൾ സാധാരണക്കാർ കൂടുതൽ വില നൽകി വാങ്ങേണ്ടുന്ന വികസനത്തിന് യാതൊരു എതിരും നമുക്കില്ല. പക്ഷെ എന്താണെന്ന് വെച്ചാൽ വികസനം ഷോപ്പിംഗ് മാളിലേക്കല്ല വികസനം പോകേണ്ടത്. ഇത് പൊതുമാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 50 രൂപയ്ക്ക് ഒരു സാധാരണക്കാരൻ മീനിന് വന്നു കഴിഞ്ഞാൽ ഒരു 50 രൂപയ്ക്ക് മീൻ വാങ്ങിയിട്ട് പോകണം. ഷോപ്പിംഗ് മാളിൽ പോയിട്ട് ഒരു 50 രൂപയ്ക്ക് ഒരു സാധാരണക്കാരൻ പിന്നെ പോലുള്ള മൂപ്പരെ പോലുള്ള ആളുകൾ ഷോപ്പിംഗ് മാളിൽ പോയിട്ട് ഒരു 50 രൂപയ്ക്ക് മീൻ വാങ്ങും. അത് വാങ്ങൂല. കാരണം 50 രൂപയ്ക്ക് മീൻ വാങ്ങണമെങ്കിൽ ഒരു കിലോ 50 രൂപ എന്നുണ്ടെങ്കിൽ 1.50 ഉണ്ടെങ്കിൽ ആ 1.50 പൈസ അവിടെ കൊടുക്കണം. ഒരു ഗ്രാമിന് ജാസ്തി പൈസ അവിടെ കൊടുക്കണം. സാധാരണക്കാർ മീൻ വാങ്ങാൻ എവിടെ പോകും? ഇത് പൊതുമാർക്കറ്റ്, പൊതുജനങ്ങളുടെ മാർക്കറ്റാണ്. അത് കുത്തക മുതലാളിമാരുടെ മാർക്കറ്റല്ലത്, പൊതുജനങ്ങളുടെ മാർക്കറ്റാണ്. ഇത് പൊളിച്ചു മാറ്റുന്നതിനല്ല 55 കോടി രൂപ ഇവിടെ പാസ്സാക്കി എടുക്കുന്നു. 5 കോടി രൂപ ചിലവാക്കിയാൽ മതി. ഇത് മെയിൻറ്റെയിൻ ചെയ്താൽ മതി. മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇതിനേക്കാൾ അടിപൊളിയായിട്ട് നിൽക്കും. ഈ 50 കോടി രൂപേൻ്റെ ഒന്നും യാതൊരു ആവശ്യമില്ല. അതൊക്കെ വേറെ എന്തെങ്കിലും ഒരു ഫണ്ടിലേക്ക് പോലും മാറ്റി നിർത്തിക്കോട്ടെ. ഇത്തരം ആളുകളെ തൊഴിലില്ലായ്മ ചെയ്തിട്ടാണ് ഇവരെന്താക്കുന്ന വികസനം കൊണ്ടുവരുന്നത്. ആ വികസനത്തിനോടാണ് നമുക്ക് എതിർപ്പ്. അല്ല, സാധാരണ വികസനത്തിന് യാതൊരു എതിർപ്പും നമുക്കില്ല. അതായത് ഈ ഒരു തൊഴിൽ നഷ്ടപ്പെടുമെന്ന ഒരു ആശങ്കയുണ്ട്. ഉണ്ട്. എനിക്ക് ഞാൻ ആകെ കുറഞ്ഞ മീനേ കൊണ്ടുള്ളൂ. അപ്പം എനിക്ക് കച്ചവടം പോയാൽ പോയില്ലേ. അത് തന്നെയാണ് ഇവിടുത്തെ തൊഴിലാളികൾ വൃന്ദ പറയുന്നത്. പ്രധാനമായും ഇപ്പോഴത്തെ കോഴിക്കോട് DCC പ്രസിഡന്റ് K പ്രവീൺകുമാറും KPC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ജയന്തും കോഴിക്കോട് കോർപ്പറേഷന്റെ പ്രതിപക്ഷ നേതാവ് KC ശോഭിതയും അടക്കമുള്ളവർ ഈ സംഭവ സ്ഥലം സന്ദർശിക്കുന്നുണ്ട്. ഇത് സന്ദർശിച്ച ശേഷം ഇത് UDF പ്രത്യേകിച്ച് കോൺഗ്രസ് ഏറ്റെടുക്കുന്ന രീതിയിലേക്ക് ഈ ഒരു സമരം മാറുമെന്നുള്ള സൂചനകളാണ് കോൺഗ്രസ് വൃത്തങ്ങളിൽ നിന്നും അറിയുന്നത്. ഇപ്പോഴത്തെ ഇവർ ഇവിടെ സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നേതാക്കളെല്ലാം സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്പം മുൻപ് ഒരു തൊഴിലാളി പറഞ്ഞതുപോലെ ഇത് ചിലരുടെ മാത്രം താല്പര്യമാണ്. ചില ട്രേഡ് യൂണിയൻ നേതാക്കളുടെയും ഒപ്പം തന്നെ ഭരണ രംഗത്തുള്ള ചിലരുടെയും വ്യക്തി താല്പര്യമാണ് ഇത്തരത്തിൽ ഒരു സാഹചര്യം എന്നുള്ളതാണ്. ഇപ്പോഴത്തെ നേതാക്കളോട് ഇവിടുത്തെ തൊഴിലാളികൾ അവരുടെ ആശങ്കകൾ പങ്കുവയ്ക്കുകയാണ്. കൃത്യമായൊരു പരിഹാരം ഇതിന് വേണമെന്നാണ് അവർ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കൃത്യമായ ഇടപെടൽ ഇക്കാര്യത്തിൽ നവീകരിച്ചാൽ തന്നെ ഏകദേശം ഒരു ഇപ്പോഴത്തെ എന്തെങ്കിലും അവസ്ഥകൾ മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. നവീകരണമാണ് ഇവിടെ വേണ്ടത്, അല്ലാതെ പൊളിച്ചു നീക്കി പുതിയൊരു ഷോപ്പിംഗ് മാൾ വരുമ്പോൾ ഇവിടെയുള്ള പലർക്കും തൊഴിൽ നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന് പറയുന്നു. ഒപ്പം തന്നെ പുതിയൊരു ഷോപ്പിംഗ് മാൾ എന്ന രീതിയിലേക്കുള്ള ഒരു ആശയം വരുമ്പോൾ അവിടെ വിലവർദ്ധനവിൻ്റെ സാഹചര്യങ്ങൾ അടക്കം ഉണ്ടാകുമെന്നാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇപ്പോൾ ഇവിടെ തൊഴിലാളികൾ നേതാക്കളുമായി സംസാരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ തന്നെ പല തൊഴിലാളികളും ഇപ്പോൾ ഇവിടെയുണ്ട്. വൃന്ദ, കോഴിക്കോട് സെൻട്രൽ മാർക്കറ്റ് പൊളിച്ച് പുതിയ കെട്ടിടം പണിയുന്നതിനെതിരെ പ്രതിഷേധവുമായി ഇപ്പോൾ തൊഴിലാളികൾ രംഗത്തെത്തിയിരിക്കുകയാണ്. നേതാക്കളടക്കം അവിടെ സന്ദർശനം നടത്തുന്നു. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു റിയാസ് KM.